സിമ്പിളായിട്ടുള്ള ഹായ് ബൈ ഇൻട്രോ ഒഴിവാക്കാം. ഇന്ന് നമുക്ക് ലേസി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ബീഫ് വരട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം കുക്കർ എടുക്കുക, അതിലേക്ക് നല്ല അടിപൊളി ബീഫ് ഇടുക. ഞാനിവിടെ ഒരു 1.5 കിലോ ബീഫ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നന്നായി കൊത്തിയെറിഞ്ഞ സവാള, പച്ചമുളക് 2 എണ്ണം, വല്ലാതെ സ്പൈസ് വേണ്ട, വല്ലാതെ സ്പൈസ് ഇല്ലാതിരിക്കുന്നതാണ് ടേസ്റ്റ് കുറച്ചുകൂടി കൂടുതൽ. പിന്നെ അല്പം തക്കാളി കൊത്തിയെറിഞ്ഞത്, പിന്നെ കറിവേപ്പില. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരു വലിയ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അതിലോട്ട് വലിയ ജീരകം, ഉലുവ, പിന്നെ അതിലേക്ക് ആവശ്യമായ പൊടികൾ: മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇവയാണ് ചേർക്കേണ്ടത്. അതൊക്കെ അവനവൻ്റെ ആവശ്യാനുസരണം ചേർക്കാം. എനിക്ക് അനുയോജ്യമായ രീതിയിലാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് അല്പം ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഇതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ആ കുഴച്ചെടുക്കുന്നതിലാട്ടോ അതിൻ്റെ ടേസ്റ്റ് എടുക്കുന്നത്. നന്നായിട്ട് ഓരോ ഇൻഗ്രീഡിയൻസും അതിൽ നന്നായിട്ട് പിടിക്കണം. നല്ലതുപോലെ കുഴച്ച് എല്ലായിടത്തും അത് എത്തണം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. ഇത്രയും നമ്മൾ തീ കത്തിക്കാതെയാണ് കേട്ടോ ചെയ്തത്. ഇനി സ്റ്റൗവിൽ തീ കത്തിച്ചിട്ട് ഒരു 6-7 വിസിൽ നന്നായിട്ട് കൂക്കി കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ ബീഫ് കിട്ടും. എന്താണെന്നറിയോ, എന്താ അതിൻ്റെ ഒരു മണം. അത് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, സംഭവം ലേസി ആണെങ്കിലും നല്ല അടിപൊളി അസാധ്യ സാധനം കേട്ടോ. പൊറോട്ടേൻ്റെ കൂടി ബീഫിൻ്റെ കൂടിയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയതാണ്. നിങ്ങളുടെ ലേസി ആയിട്ടുള്ള കുക്കിംഗ് പാർട്ട്ണർക്ക് തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യണം.